വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഇഷ്ബാൾ സിവിൽ വാർ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. ആ പോരാട്ടത്തിൽ റിബലുകളുടെ വെടിയേറ്റ് സ്റ്റേറ്റ് മിലിറ്ററിയിലുള്ള ഓരോരുത്തരായി മരിച്ചു വീഴുകയായിരുന്നു. അങ്ങനെ ആ ബറ്റാലിയൻ തോൽവിയുടെ വക്കിലെത്തി. ആ സമയം പെട്ടെന്ന് റിബലുകളുടെ ബേസ് പൊട്ടിച്ചിതറി. അത് ചെയ്തത് ലഫ്റ്റനന്റ് കേണൽ റോയ് മസ്താങ് ആയിരുന്നു. റിബലുകളെയെല്ലാം കൊന്നിട്ടും മസ്താങ് ഒട്ടും സന്തോഷവാനായിരുന്നില്ല. തനിക്ക് പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സ്റ്റേറ്റ് ആൽക്കമിസ്റ്റ് ആയത്. പക്ഷേ ഇപ്പോൾ അവൻ സ്റ്റേറ്റ് മിലിറ്ററിയുടെ വെറുമൊരായുധം മാത്രമായി മാറിയിരിക്കുന്നുവെന്ന സത്യം അവൻ മനസ്സിലാക്കിയിരുന്നു. അധികം വൈകാതെ അവൻ മിലിറ്ററിയുടെ മെയിൻ ബേസിലെത്തി. അവിടെ ആയിരക്കണക്കിന് പട്ടാളക്കാർ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട മസ്താങ്ങിന് മിലിറ്ററിയുടെ അവസ്ഥയിൽ നിരാശ തോന്നി. അവൻ തൻ്റെ ഐഡിയകളെല്ലാം ലഫ്റ്റനൻറ്റ് ഹ്യൂഗ്സുമായി ഷെയർ ചെയ്തു. അതൊക്കെ കേട്ട ഹ്യൂഗ്സ് പെട്ടെന്ന് മുകളിലേക്ക് കൈ ചൂണ്ടി. അവിടെ കോട്ടയുടെ മുകളിൽ പ്രസിഡന്റ് കിങ് ബ്രാഡ്ലി നിൽക്കുന്നുണ്ട്. അയാളെ നോക്കിക്കൊണ്ട് ഹ്യൂഗ്സ് പറഞ്ഞു, നിന്റെ ആശയങ്ങൾ നല്ലതാണ്. ഇവിടുത്തെ കാര്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നീ ആദ്യം അയാളുടെ പൊസിഷനിലെത്തണം. പദവിയും പവറും ഇല്ലാത്തിടത്തോളം കാലം നമ്മളെപ്പോലുള്ള പട്ടാളക്കാർക്ക് എന്നും അധികാരികളുടെ ആയുധങ്ങളായി മാത്രമേ തുടരാൻ പറ്റൂ. പക്ഷേ വെറുമൊരു ലെഫ്റ്റനൻറ്റിന് ഒരിക്കലും ബ്രാഡ്ലിയുടെ പൊസിഷനിലെത്താൻ പറ്റില്ല എന്നും അതിന് വലിയ പൊളിറ്റിക്കൽ സപ്പോർട്ട് ആവശ്യമാണെന്നും മസ്താങ്ങിന് അറിയാമായിരുന്നു. അപ്പോൾ ഹ്യൂഗ്സ് അവന് തൻ്റെ സപ്പോർട്ട് ഉറപ്പ് നൽകി. അവൻ്റെ വാക്കുകൾ മസ്താങ്ങിന് ആത്മവിശ്വാസം നൽകി. അങ്ങനെ ഏത് വിധേനയും ബ്രാഡ്ലിയുടെ പൊസിഷനിലെത്തണമെന്ന് അവൻ തീരുമാനിച്ചുറപ്പിച്ചു. ഈ സംഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ട് തൻ്റെ ഓഫീസ് മുറിയിലിരുന്ന് മയങ്ങുകയായിരുന്നു മസ്താങ്. അപ്പോഴേക്കും റിസ വന്ന് അവനെ വിളിച്ചുണർത്തി. ഇങ്ങനെ ഓഫീസിലിരുന്ന് ഉറങ്ങാതെ ആ റൂമിൽ പോയിട്ട് സമാധാനമായി വിശ്രമിക്കാൻ അവൾ അവനോട് പറഞ്ഞു. പക്ഷേ സെൻട്രലിലേക്കുള്ള ട്രാൻസ്ഫറിൻ്റെ ഡേറ്റ് എടുത്തതുകൊണ്ട് അയാൾക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് പേപ്പർ വർക്കുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ റോയ് റെസ്റ്റ് എടുക്കാൻ തയ്യാറായില്ല. റോയിയുടെ മുഖഭാവം ശ്രദ്ധിച്ച അവൾ അവനോട് ഇപ്പോൾ എന്ത് സ്വപ്നമാണ് കണ്ടുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ റോയ് തയ്യാറായില്ല. പക്ഷേ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നില്ല എന്നും പകരം തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നുവെന്നും അവൻ റിസയോട് പറഞ്ഞു. എന്നിട്ട് അവൻ സമയം കളയാതെ തൻ്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഈ സമയം ഹോസ്പിറ്റലിലെ മുറിയിൽ ബ്രദേഴ്സും ആംസ്ട്രോങ്ങും തിരക്ക് പിടിച്ച ചർച്ചയിലായിരുന്നു. ലാബിൽ വച്ച് നടന്ന കാര്യങ്ങളെല്ലാം എഡ്വേർഡ് അവർക്ക് വിശദമായി വരച്ച് കാണിച്ചു കൊടുത്തു. മേശപ്പുറത്ത് എഡ്വേർഡ് വരച്ച പടങ്ങളും ആംസ്ട്രോങ് കൊണ്ടുവന്ന ചില ഡോക്യുമെൻസും വച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നോക്കിയിട്ടും ഒരാൾക്കും ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഹ്യൂഗ്സ് എഡ്വേർഡ് വരച്ച ലെസ്റ്റിൻ്റെ ദേഹത്തുണ്ടായിരുന്ന ടാറ്റുവിനെ പറ്റി അന്വേഷിക്കാൻ തീരുമാനിച്ചു. മാർക്കോയുടെ റിസർച്ച് ടീമിലെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ കണ്ടുപിടിക്കാമെന്ന് ആംസ്ട്രോങ്ങും ഏറ്റു. ഈ സമയം റൂമിന് പുറത്തു നിന്നും ബ്രോഷ് അവർ പറയുന്നതൊക്കെ ഒളിഞ്ഞു കേൾക്കാൻ പാടുപെടുകയായിരുന്നു. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ പണി കിട്ടുമെന്നറിയാവുന്ന റോസ് അവിടെ ചെവിയും പൊത്തിപ്പിടിച്ചു നിന്നു. പെട്ടെന്ന് പ്രസിഡന്റ് കിങ് ബ്രാഡ്ലി അങ്ങോട്ടേക്ക് വന്നു. അയാൾ ആ വാതിൽ തുറന്ന് അകത്ത് കയറിയതും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഞെട്ടിപ്പോയി. പക്ഷേ ബ്രാഡ്ലി വന്നത് എഡ്വേർഡിനെ കാണാനായിരുന്നു. ഒരു കൂട നിറയെ ഫ്രൂട്ട്സ് അയാൾ അവന് കൊടുത്തു. അയാൾ അവിടെ വന്നത് എഡ്വേർഡിനെ കാണാനായിരുന്നുവെങ്കിലും അവർ എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നതെന്ന് ബ്രാഡ്ലിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആംസ്ട്രോങ് സെൻട്രലിൽ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനെ പറ്റിയും അവിടെ നിന്നെടുത്ത ഡോക്യുമെൻസിനെ പറ്റിയുമൊക്കെ അയാൾ അറിഞ്ഞിരുന്നു. ഞാനറിയാതെ സെൻട്രലിൽ ഒരു കാര്യവും നടക്കില്ല എന്ന് ബ്രാഡ്ലി അവരെ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് അയാൾ എഡ്വേർഡിൻ്റെ നേരെ തിരിഞ്ഞു. ഫിലോസഫർ സ്റ്റോണിനെ പറ്റി നിനക്ക് എന്തൊക്കെ അറിയാമെന്ന് അയാൾ അവനോട് ചോദിച്ചു. അതിനെപ്പറ്റി കൂടുതൽ അറിയും തോറും നിൻ്റെ ആയുസിൻ്റെ നീളം കുറയുമെന്ന് പറഞ്ഞ് അയാൾ അവനെ ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ കേട്ട എഡ്വേർഡ് ആകെ പേടിച്ച് വിറച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ ബ്രാഡ്ലി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇതൊക്കെ വെറുമൊരു തമാശയായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ എല്ലാവരെയും കൂളാക്കി. എന്നാലും മിലിറ്ററിയിൽ താൻ പോലും അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന സത്യം അയാൾക്കറിയാമായിരുന്നു. അയാൾ പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന ആ ഡോക്യുമെൻറ്റ്സ് എടുത്തു. അതിൽ മാർക്കോയുടെ റിസർച്ച് ടീമിൽ ഉണ്ടായിരുന്നവരുടെ പേരുകളായിരുന്നു. പക്ഷേ ആ ലിസ്റ്റിലുള്ളവരെ പറ്റി നേരത്തെ തന്നെ ബ്രാഡ്ലി അന്വേഷിച്ചിരുന്നു. അവരെല്ലാവരും ഇപ്പോൾ മിസ്സിംഗ് ആണ്. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ശത്രു നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നും രഹസ്യങ്ങൾ ലീക്ക് ആകുന്നുണ്ടെന്നും അവർക്ക് മനസ്സിലായി. അതോടെ ഈ അന്വേഷണം അപകടകരമാണെന്ന് മനസ്സിലാക്കിയ ബ്രാഡ്ലി അവരോട് ഇതെല്ലാം നിർത്താൻ ഓർഡർ കൊടുത്തു. കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വരുന്നതുവരെ സ്വന്തം സേഫ്റ്റി നോക്കാൻ അയാൾ അവരെ ഉപദേശിച്ചു. കൂടെയുള്ള ആരെയും വിശ്വസിക്കരുതെന്നും ആരോടും ഒരു രഹസ്യങ്ങളും പറയരുതെന്നും കൂടി ബ്രാഡ്ലി അവരെ ഓർമ്മപ്പെടുത്തി. ബ്രാഡ്ലിയുടെ ഓർഡർ എല്ലാവരും അനുസരിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ബ്രാഡ്ലി ജനലിലൂടെ പുറത്തേക്ക് ചാടി ഇറങ്ങാൻ തുടങ്ങി. ബോഡി ഗാർഡ്സിൻ്റെ കണ്ണ് വെട്ടിച്ച് കുറച്ചു നേരം ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ പരാക്രമമൊക്കെ കാണിക്കുന്നത്. അയാൾ വെളിയിലേക്ക് ചാടി ഇറങ്ങിയിട്ട് കൂളായിട്ട് നടന്നുപോയി. ഈ സമയം വിൻട്രി ആ റൂമിലേക്ക് കയറി വന്നു. അപ്പോഴും എല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. എഡ്വേർഡ് പറഞ്ഞത് പ്രകാരം ഡബ്ലിത്ത് സിറ്റിയിലേക്ക് 2 ട്രെയിൻ ടിക്കറ്റ് വാങ്ങിയിട്ടാണ് വിൻട്രി വന്നിരിക്കുന്നത്. ഡബ്ലിത്ത് സിറ്റിയിൽ താമസിക്കുന്ന തങ്ങളുടെ പഴയ ആൽക്കമി ടീച്ചറിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് പോകാൻ പോകുന്നത്. ബോഡിയൊക്കെ ഒന്ന് സെറ്റായിട്ട് പോയാൽ പോരെ എന്ന് ആംസ്ട്രോങ് ചോദിച്ചുവെങ്കിലും അതുവരെ വെയിറ്റ് ചെയ്യാൻ എഡ്വേർഡ് തയ്യാറായിരുന്നില്ല.
ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് കൂടുതൽ സ്ട്രോങ് ആകണമായിരുന്നു. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ടീച്ചറിനെ മീറ്റ് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചത്. പക്ഷേ പെട്ടെന്ന് അൽഫോൺസ് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഹ്യൂമൻ ട്രാൻസ്മ്യൂട്ടേഷൻ നടത്താൻ നോക്കിയിട്ട് ഈ രൂപത്തിലായി എന്നറിഞ്ഞാൽ ടീച്ചർ വയലൻ്റ് ആകുമെന്ന് അവന് നല്ലപോലെ അറിയാമായിരുന്നു. അതാലോചിച്ച് ബ്രദേഴ്സ് രണ്ടുപേരും പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആംസ്ട്രോങ് മാപ്പിൽ നോക്കിയിട്ട് ഡബ്ലിത്തിലേക്കുള്ള റൂട്ട് കാണിച്ചു കൊടുത്തു. പക്ഷേ മാപ്പിൽ നോക്കിയ വിൻട്രി അലറി വിളിക്കാൻ തുടങ്ങി. കാരണം അവർ പോകുന്ന വഴിയിലാണ് റഷ് വാലി എന്ന സിറ്റി ഉള്ളത്. ആ സിറ്റി ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിൻ്റെ പറദീസ ആയതുകൊണ്ട് വിൻട്രിയും അവരുടെ കൂടെ പോകാൻ വേണ്ടി വാശി പിടിച്ചു. പക്ഷേ എഡ്വേർഡ് അതിന് സമ്മതിച്ചില്ല. അങ്ങനെ രണ്ടും കൂടി കിടന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അൽഫോൺസ് ഇടപെട്ടു. വേറെ വഴിയില്ലാതെ എഡ്വേർഡ് അവളോടുമൊപ്പം വന്നുകൊള്ളാൻ പറഞ്ഞു. ഇത് കേട്ട് എക്സൈറ്റഡ് ആയ വിൻട്രി നേരെ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് ഓടി. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന ഹ്യൂഗ്സ് എഡ്വേർഡിന് ചേരുന്ന പെണ്ണാണ് വിൻട്രി എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഹ്യൂഗ്സ് തൻ്റെ ഓഫീസിലേക്ക് പോകാനിറങ്ങി. അയാളുടെ ഭാര്യയും മോളും വിൻട്രിയും ചേർന്ന് അയാളെ യാത്രയാക്കി. വിൻട്രിക്ക് അന്ന് തന്നെ എഡ്വേർഡിനോടൊപ്പം ഡബ്ലിത്തിലേക്ക് പോകേണ്ടതുകൊണ്ട് അയാൾ അവൾക്ക് യാത്രാമംഗളങ്ങൾ നേർന്നു. എന്നിട്ട് കുഞ്ഞ് എലീസയോട് രാത്രി നേരത്തെ വീട്ടിലെത്താമെന്ന് വാക്കുകൊടുത്തിട്ട് അയാൾ അവിടെ നിന്നും പോയി. അങ്ങനെ വൈകുന്നേരമായപ്പോഴേക്കും ബ്രദേഴ്സും വിൻട്രിയും ഡബ്ലിത്തിലേക്കുള്ള ട്രെയിൻ കയറി. അവരെ യാത്രയാക്കാൻ ഹ്യൂഗ്സിൻ്റെ കുടുംബവും കൂടെ ആംസ്ട്രോങ്ങും ടീമും സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സമയം കുറേ കടന്നുപോയി. ട്രെയിനിൽ വെച്ച് വിൻട്രി ബ്രദേഴ്സിനോട് അവരുടെ ടീച്ചറിനെ പറ്റി ചോദിച്ചു. അപ്പോൾ എഡ്വേർഡ് പറഞ്ഞു, ടീച്ചറാണ് ചെറുപ്പത്തിൽ ഞങ്ങളെ ആൽക്കമി പഠിപ്പിച്ചത്. ഇപ്പോൾ ടീച്ചറിനെ കാണാൻ പോകുന്നത് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമത് നമ്മളെ ഫിസിക്കലി ആൻഡ് മെൻ്റലി കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ ടീച്ചറിന് പറ്റിയേക്കും. പിന്നെ പ്രധാനമായും അങ്ങോട്ട് പോകുന്നത് ഫിലോസഫർ സ്റ്റോണിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ടീച്ചറിന് ചിലപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും. ഇതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ അവസ്ഥയിൽ അങ്ങോട്ട് പോയാൽ ടീച്ചർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നോർത്ത് ബ്രദേഴ്സിന് നല്ല പേടിയും ഉണ്ടായിരുന്നു. സമയം ഏതാണ്ട് അർദ്ധരാത്രി ആയിക്കഴിഞ്ഞു. ഹെഡ്ക്വാർട്ടേഴ്സിൽ ലഫ്റ്റനൻറ്റ് ഹ്യൂഗ്സ് അപ്പോഴും തിരക്ക് പിടിച്ച ജോലിയിലായിരുന്നു. ലിയോറിൽ നടക്കുന്ന കലാപത്തിനെക്കുറിച്ച് അവൻ പത്രത്തിൽ വായിച്ചു. 100 കണക്കിന് ജനങ്ങളാണ് അവിടെ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുൻപ് ഇഷ്ബാളിൽ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ ലിയോറിൽ നടക്കുന്നതെന്ന് അവൻ സംശയിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവൻ നേരെ പോയത് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഫയൽ റൂമിലേക്കായിരുന്നു. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും പണ്ട് ഇഷ്ബാളിൽ നടന്നതും ഫിലോസഫർ സ്റ്റോണിൻ്റെ രഹസ്യങ്ങളും കൂട്ടിച്ചേർത്ത് നോക്കിയ അവൻ ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കി. എത്രയും പെട്ടെന്ന് ഇതൊക്കെ പ്രസിഡന്റിനെ അറിയിക്കാൻ അവൻ തീരുമാനിച്ചു. പെട്ടെന്ന് ആ മുറിയുടെ വാതിലടഞ്ഞു. അത് ചെയ്തത് ലെസ്റ്റായിരുന്നു. ഹ്യൂഗ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടേക്ക് വന്നത്. ലെസ്റ്റിൻ്റെ നെഞ്ചിലെ മാർക്ക് കണ്ട ഹ്യൂഗ്സിന് അവൾ ആരാണെന്ന് മനസ്സിലായി. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കത്തി എടുത്തു. അപ്പോഴേക്കും ലെസ്റ്റ് തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അവനെ അറ്റാക്ക് ചെയ്തു. അവൻ തൻ്റെ കത്തി എറിഞ്ഞതും ലെസ്റ്റ് അവൻ്റെ തോളിൽ നഖം കുത്തി ഇറക്കിയതും ഒരുമിച്ചായിരുന്നു. അധികം വൈകാതെ ഹ്യൂഗ്സ് ചോരയും ഒലിപ്പിച്ചുകൊണ്ട് ആ റൂം തുറന്ന് പുറത്തേക്കിറങ്ങി. വേദന കൊണ്ട് അവൻ നിലത്ത് വീണുപോയെങ്കിലും സത്യങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി അവൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. നേരത്തെ അവൻ എറിഞ്ഞു കയറ്റിയ കത്തി ചെന്ന് കയറിയത് ലെസ്റ്റിൻ്റെ തലയിലാണ്. പക്ഷേ അവൾ അപ്പോഴും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹ്യൂഗ്സിനെ ഏത് വിധേനയും ഇല്ലാതാക്കണമെന്ന് അവൾ തീരുമാനിച്ചു. ഈ സമയം ഹ്യൂഗ്സ് നേരെ ചെന്നത് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഫോൺ റൂമിലേക്കായിരുന്നു. ഹ്യൂഗ്സിനെ ആ രൂപത്തിൽ കണ്ട അവിടുത്തെ ജോലിക്കാരി അവനോട് ആശുപത്രിയിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷേ ഹ്യൂഗ്സ് അവൾക്ക് ഒരു പ്രൈവറ്റ് ലൈൻ കണക്ട് ചെയ്യാൻ ഓർഡർ നൽകി. അവൻ നേരെ ഫോൺ ബൂത്തിൽ കയറിയിട്ട് മസ്താങ്ങിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തു. പക്ഷേ എന്തോ കാരണം കൊണ്ട് അവൻ ആ ഫോൺ തിരികെ വെച്ചിട്ട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ നേരെ പോയത് പുറത്തുള്ള ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിലായിരുന്നു. അവിടെ വെച്ച് അവൻ നേരെ ഈസ്റ്റ് സിറ്റിയിലെ ഹ്യൂഗ്സിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു. പക്ഷേ ഫോൺ എടുത്ത ഈസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഓഫീസ് അസിസ്റ്റൻറ്റ് അവനോട് മിലിറ്ററി കോഡ് ചോദിച്ചു. പബ്ലിക് ലൈനിൽ നിന്ന് വിളിക്കുന്ന ഓഫീസേഴ്സ് എല്ലാം സീക്രട്ട് കോഡ് പറയണമെന്നാണ് നിയമം. വേറെ വഴിയില്ലാതെ ഹ്യൂഗ്സ് തൻ്റെ ഡയറിയിൽ നിന്നും സീക്രട്ട് കോഡ് തപ്പിയെടുത്ത് പറഞ്ഞു കൊടുത്തു. വേഗം മസ്താങ്ങിൻ്റെ ഓഫീസിലേക്ക് കണക്ട് ചെയ്യാൻ അവൻ അലറി. പെട്ടെന്ന് തൻ്റെ പിന്നിൽ ആരോ തോക്ക് ലോഡ് ചെയ്യുന്ന ശബ്ദം അവൻ കേട്ടു. അത് സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് റോസ് ആയിരുന്നു. അവൾ അവനോട് ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞു. ഇതൊക്കെ കണ്ട ഹ്യൂഗ്സ് ആദ്യം ഒന്ന് ഞെട്ടി. പക്ഷേ പെട്ടെന്ന് തന്നെ ഹ്യൂഗ്സിന് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് യഥാർത്ഥ റോസ് അല്ല എന്ന് മനസ്സിലായി. യഥാർത്ഥ റോസിൻ്റെ മുഖത്ത് ഒരു മറുകുണ്ടായിരുന്നു എന്ന കാര്യം ഹ്യൂഗ്സ് പറഞ്ഞപ്പോൾ അവളുടെ ഭാവം മാറി. സത്യത്തിൽ അത് വേഷം മാറി വന്ന എൻവി ആയിരുന്നു. അവൻ ഹ്യൂഗ്സിനെ വീണ്ടും ഭീഷണിപ്പെടുത്തി. ഹ്യൂഗ്സിൻ്റെ മുന്നിൽ അപ്പോൾ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അവൻ തൻ്റെ കോട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു കത്തിയെടുത്ത് പുറകിലേക്ക് വീശി. പക്ഷേ അപ്പോൾ എൻവി ഹ്യൂഗ്സിൻ്റെ ഭാര്യയുടെ രൂപത്തിൽ നിൽക്കുകയായിരുന്നു. ഇത് കണ്ട ഹ്യൂഗ്സ് ഒന്ന് പതറിപ്പോയി. ഈ അവസരം മുതലാക്കിയ എൻവി അവനെ ഷൂട്ട് ചെയ്തു. അപ്പോഴേക്കും അങ്ങ് ഈസ്റ്റ് സിറ്റിയിൽ മസ്താങ്ങിൻ്റെ ഓഫീസിലേക്ക് കോൾ കണക്റ്റായി. മസ്താങ് ഫോൺ എടുത്തു.
അവൻ പലവട്ടം ഹ്യൂഗ്സിൻ്റെ പേര് വിളിച്ചിട്ടും മറുപടിയൊന്നും കിട്ടിയില്ല. ഈ സമയം സെൻട്രലിലെ ആ ഫോൺ ബൂത്തിലെ റിസീവർ താഴേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്നു. അതെടുക്കാൻ വേണ്ടി ഹ്യൂഗ്സ് കൈ ഉയർത്തിയെങ്കിലും എൻവി അതെടുത്ത് തിരികെ വെച്ച് കോള് കട്ടാക്കി. അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞതോടെ എൻവി അവിടെ നിന്ന് എസ്കേപ്പായി. അധികം വൈകാതെ ഹ്യൂഗ്സിൻ്റെ ശ്വാസം നിലച്ചു. ചെയ്യാൻ എന്തൊക്കെയോ ബാക്കി വെച്ചുകൊണ്ട് അവൻ മരണത്തിന് കീഴടങ്ങി. അവൻ്റെ ഡയറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഫാമിലി ഫോട്ടോ അവൻ്റെ രക്തം വീണ് കുതിർന്നു. പിറ്റേ ദിവസം രാവിലെ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ബ്രദേഴ്സും വിൻട്രിയും ഹ്യൂഗ്സിൻ്റെ ഭാര്യ ഉണ്ടാക്കിയ കേക്ക് ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. ഹ്യൂഗ്സ് മരിച്ച കാര്യം അവർ അറിഞ്ഞിരുന്നില്ല. ആ സമയം മുഴുവൻ വിൻട്രി ഹ്യൂഗ്സിൻ്റെ കുടുംബത്തിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. സ്വന്തം മോളെപ്പോലെ ആയിരുന്നു അവർ വിൻട്രിയെ കണ്ടിരുന്നത്. അതുമാത്രമല്ല, എഡ്വേർഡ് ആശുപത്രിയിലായിരുന്നപ്പോൾ ഹ്യൂഗ്സ് എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ വന്ന് അവന് കമ്പനി കൊടുക്കുമായിരുന്നു. തങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്ത ഹ്യൂഗ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു. ഈ സമയം സെൻട്രൽ സിറ്റിയിൽ ഹ്യൂഗ്സിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയായിരുന്നു. പ്രസിഡന്റ് ബ്രാഡ്ലി, കേണൽ റോയ് മസ്താങ്, മേജർ ആംസ്ട്രോങ് തുടങ്ങി പ്രധാനപ്പെട്ട മിലിറ്ററി ഓഫീസേഴ്സ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം ആ ശവപ്പെട്ടി മണ്ണിട്ട് മൂടാൻ തുടങ്ങിയപ്പോഴാണ് കുഞ്ഞ് എലീസയ്ക്ക് തൻ്റെ അച്ഛൻ ഇനി തിരിച്ചു വരില്ല എന്ന് മനസ്സിലായത്. മരണമെന്നാൽ എന്താണെന്ന് പോലും അറിയാത്ത ആ കുഞ്ഞ് തൻ്റെ അച്ഛനെ വിളിച്ച് കരയുന്നത് കേട്ട എല്ലാവരും കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു. പിന്നീട് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആളുകൾ തിരിച്ചുപോയി. പക്ഷേ മസ്താങ് ആ കല്ലറയുടെ മുന്നിൽ അപ്പോഴും നിൽക്കുകയാണ്. ഹ്യൂഗ്സ് അവന് തൻ്റെ സഹോദരനെ പോലെയായിരുന്നു. അന്ന് എൽറിക് ബ്രദേഴ്സ് മരിച്ചുപോയ അമ്മയെ തിരികെ കൊണ്ടുവരാൻ ഹ്യൂമൻ ട്രാൻസ്മ്യൂട്ടേഷൻ നടത്തിയതിന് പിന്നിലെ ചേതോ വികാരം അവൻ അപ്പോൾ മനസ്സിലായി. അപ്പോഴേക്കും ലഫ്റ്റനൻറ്റ് റിസ അങ്ങോട്ട് വന്നു. ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ സമയമായി എന്ന് അവൾ അവനെ ഓർമ്മിപ്പിച്ചു. ആദ്യം ഈ മഴയൊന്ന് പെയ്ത് കഴിയട്ടെ എന്ന് അവൻ അവളോട് പറഞ്ഞു. അവിടെ മഴയുടെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അവൻ കരയുന്നത് ആദ്യമായും അവസാനമായും അവൾ കണ്ടു. പിന്നീട് മസ്താങ് നേരെ പോയത് ഹ്യൂഗ്സിൻ്റെ ഓഫീസിലേക്കായിരുന്നു. അവിടെ വെച്ച് ഹ്യൂഗ്സിൻ്റെ അസിസ്റ്റൻറ്റുമായിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിച്ച ശേഷം അവൻ നേരെ ഫയൽ റൂമിലേക്ക് പോയി. ആ റൂമിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഇന്നലെ ഇവിടെ വച്ചാണ് ഹ്യൂഗ്സ് ആക്രമിക്കപ്പെട്ടതെന്ന് മസ്താങ്ങിന് മനസ്സിലായി. അപ്പോൾ റൂമിൻ്റെ പുറത്തേക്ക് ചോരത്തുള്ളികൾ കിടക്കുന്നത് അവർ ശ്രദ്ധിച്ചു. അത് ഫോളോ ചെയ്തു പോയ അവർ ഫോൺ റൂമിലെത്തി. അവിടുത്തെ ജോലിക്കാരി അവനോട് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഹ്യൂഗ്സ് ഇവിടെ ഒരു കോൾ ചെയ്യാൻ വന്നിട്ട് ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി എന്നറിഞ്ഞ മസ്താങ്ങിൻ്റെ സംശയം കൂടി. അധികം വൈകാതെ മസ്താങ് ഹ്യൂഗ്സിൻ്റെ ഡെഡ് ബോഡി കണ്ടെത്തിയ ടെലിഫോൺ ബൂത്തിലേക്ക് എത്തി. ആ സ്ഥലം മൊത്തം ചെക്ക് ചെയ്ത ശേഷം മസ്താങ് ഒരു നിഗമനത്തിലെത്തി. ഇന്നലെ രാത്രി ഹ്യൂഗ്സ് എന്തോ വലിയൊരു രഹസ്യം കണ്ടെത്തിയിരിക്കണം. അത് മനസ്സിലാക്കിയ ശത്രു അവനെ ആക്രമിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട അവൻ നേരെ ഫോൺ റൂമിൽ പോയി വിളിക്കാൻ നോക്കിയത് തന്നെയായിരുന്നു. പക്ഷേ മിലിറ്ററി ലൈനിൽ കോളുകൾ റെക്കോർഡ് ചെയ്യപ്പെടുമെന്നറിയാവുന്നത് കൊണ്ടായിരിക്കണം അവൻ ഇവിടെ നിന്ന് കോൾ ചെയ്യാതെ ഈ ബൂത്തിലേക്ക് എത്തിയത്. പക്ഷേ അവനെ പിന്തുടർന്നെത്തിയ ശത്രു അവനെ ഇവിടെ വെച്ച് വെടിവെച്ച് കൊന്നു. പക്ഷേ ഉത്തരം കിട്ടാത്ത 2 ചോദ്യങ്ങൾ അപ്പോഴും ബാക്കി. അവനെ ആരാണ് കൊന്നത്? കൊല്ലപ്പെടാനും മാത്രം അവൻ കണ്ടെത്തിയ ആ രഹസ്യം എന്തായിരുന്നു? മസ്താങ് ഇതൊക്കെ ആലോചിച്ച് നിന്നപ്പോഴേക്കും റിസയും ആംസ്ട്രോങ്ങും അങ്ങോട്ട് വന്നു. ഉടനെ മസ്താങ് ആംസ്ട്രോങ്ങിനോട് ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നതെല്ലാം പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആംസ്ട്രോങ് പറഞ്ഞു, ഈ കേസിലെ പ്രതികൾ ആരാണെന്ന് ഞങ്ങൾക്ക് ഏകദേശ ധാരണയുണ്ട്. പക്ഷേ അവരുടെ ശരിയായ ഐഡൻറ്റിറ്റി ഇപ്പോഴും അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ മസ്താങ് അവനോട് നിങ്ങൾ സംശയിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചു. പക്ഷേ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ ആംസ്ട്രോങ് തയ്യാറായില്ല. ദേഷ്യം വന്ന മസ്താങ് അവന് ഡയറക്റ്റ് ഓർഡർ കൊടുത്തു നോക്കി. പക്ഷേ അപ്പോഴും ആംസ്ട്രോങ് കുലുങ്ങിയില്ല. അതോടെ മസ്താങ് തൻ്റെ ശ്രമം ഉപേക്ഷിച്ചിട്ട് ആംസ്ട്രോങ്ങിനെ പോകാൻ അനുവദിച്ചു. അപ്പോൾ ആംസ്ട്രോങ് എൽറിക് ബ്രദേഴ്സ് ഇന്നലെ വരെ ഇവിടെ സെൻട്രലിൽ ഉണ്ടായിരുന്നുവെന്ന കാര്യം മസ്താങ്ങിനോട് പറഞ്ഞിട്ട് തിരികെ നടന്നു. ആംസ്ട്രോങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ച വെറുതെയായി പോയി എന്നാണ് റിസ കരുതിയത്. എന്നാൽ മസ്താങ് ആംസ്ട്രോങ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ചിലതൊക്കെ മനസ്സിലാക്കിയിരുന്നു. അയാളുടെ സുപ്പീരിയറായ മസ്താങ്ങിൻ്റെ ഓർഡർ പോലും അനുസരിച്ചില്ല എങ്കിൽ ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയരുതെന്ന് മുകളിൽ നിന്നുള്ള ഉത്തരവുണ്ടായിരുന്നിരിക്കണം. മാത്രമല്ല അവൻ പറഞ്ഞത് ഈ കേസിലെ പ്രതികളെപ്പറ്റി ധാരണ ഉണ്ടെന്നാണ്. പ്രതികൾ, അതായത് ഒന്നിൽ കൂടുതൽ പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ എന്ന് ഉറപ്പ്. പിന്നെ അവസാനമായി ഞാൻ ചോദിക്കാതെ തന്നെ അയാൾ എൽറിക് ബ്രദേഴ്സിനെ പറ്റി പറഞ്ഞതിൽ നിന്നും അവർ ഇപ്പോഴും ഫിലോസഫർ സ്റ്റോണിനെ പറ്റി റിസർച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഒന്നും പറയാതെ തന്നെ എല്ലാം പറഞ്ഞിട്ടാണ് അയാൾ പോയത്. മസ്താങ് പറഞ്ഞതൊക്കെ കേട്ട് റിസ ആകെ അമ്പരന്ന് പോയി. പക്ഷേ അപ്പോഴും അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്തു തന്നെ വന്നാലും ഹ്യൂഗ്സിൻ്റെ കൊലയാളികളെ കണ്ടെത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് മസ്താങ് പ്രതിജ്ഞയെടുത്തു. മിലിറ്ററിയിലെ മേലധികാരികൾ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവൻ ഉറപ്പായി. സെൻട്രലിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ ഉടനെ തൻ്റെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ അവൻ തീരുമാനിച്ചു. എന്ത് വില കൊടുത്തും തൻ്റെ കൂട്ടുകാരൻ്റെ മരണത്തിന് പകരം വീട്ടാൻ വേണ്ടി അവൻ ഇറങ്ങിത്തിരിച്ചു. ഈ സമയം ഇതൊന്നും അറിയാതെ എൽറിക് ബ്രദേഴ്സ് ഡബ്ലത്തിലേക്കുള്ള തങ്ങളുടെ യാത്ര ആസ്വദിക്കുകയായിരുന്നു.